നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഴിമുട്ടി ഇന്ത്യ US വ്യാപാര ചർച്ച. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താതെ ഇന്ത്യയുമായി ചർച്ചയ്ക്കില്ലെന്ന് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര ഓർഡറുകൾ നിർത്തിവെച്ച് US റീറ്റെയിലർമാർ. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. ട്രംപിന്റെ താരിഫ് ആത്മനിർഭർ ഭാരത് സ്വപ്നം തകർക്കുമെന്ന് മൂഡീസ്. GDPയിൽ 0.3% ഇടിവുണ്ടാകുമെന്നും റിപ്പോർട്ട്. വിപണി പ്രതീക്ഷകൾ മറികടന്ന് SBIയുടെ പാദഫലം. അറ്റാദായം 12% വർദ്ധിച്ച് 19,160 കോടി രൂപയായി. പുതിയ ആദായ നികുതി ബിൽ പിൻവലിച്ച് സർക്കാർ. തിങ്കളാഴ്ച ഭേദഗതി വരുത്തിയ ഏകീകൃത കരട് ബിൽ അവതരിപ്പിക്കും. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തയാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 765 പോയിന്റ് ഇടിഞ്ഞ് 79,857-ലും നിഫ്റ്റി 232 പോയിന്റ് ഇടിഞ്ഞ് 24,363-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ NDPC, ടൈറ്റൻ, ട്രെൻഡ്, ITC, ബജാജ് ഫിൻസർവ് എന്നിവ നേട്ടമുണ്ടാക്കി. ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികകളിൽ മെറ്റൽ, റിയൽ, ഫാർമ, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ 1 മുതൽ 2% വരെ ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക 1.5%, സ്മോൾ ക്യാപ് സൂചിക 1% ഇടിഞ്ഞു. ഭിന്നത രൂക്ഷം. വഴിമുട്ടി ഇന്ത്യ US വ്യാപാര ചർച്ച. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താതെ ഇന്ത്യയുമായി ചർച്ചയില്ലെന്ന് ട്രംപ്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണ്. അത് US-ന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ്. അതിനാൽ അധിക തീരുവ വിഷയത്തിൽ ആദ്യം തീരുമാനം ഉണ്ടാവണം. ഇന്ത്യയുമായി ചർച്ച പുനരാരംഭിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യക്ക് അധിക തീരുവ വന്നത്. എന്നാൽ ഇന്ത്യയെ വിലക്കുമ്പോഴും റഷ്യയുമായി സഹകരിക്കാനുള്ള ശ്രമം US നടത്തുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ്. അതേസമയം തീരുവ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം നവംബറിനകം ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ട്രംപിന്റെ കടുത്ത നിലപാടോടെ ഈ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം തുടരുമ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയ്ക്കുമേൽ അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത്. നേരത്തെ 25% തീരുവയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ബുധനാഴ്ച 25% അധിക തീരുവ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെയാണ് ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ 50% ഉയർന്നത്. ജൂലൈ 30 പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യത്തിൽ വന്നതായി US അധികൃതർ പറഞ്ഞു. അധിക തീരുവ 21 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര ഓർഡറുകൾ നിർത്തിവെച്ച് US റീറ്റെയിലർമാർ. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. US റീറ്റെയിൽ കമ്പനികളായ വാൾമാർട്ട്, ആമസോൺ, ടാർഗറ്റ്, ഗ്യാപ് തുടങ്ങിയവരിൽ നിന്നാണ് കയറ്റുമതിക്കാർ ഇമെയിൽ സന്ദേശം ലഭിച്ചത്. വർദ്ധിച്ച തുക വഹിക്കാൻ സാധിക്കില്ല, അതിനാൽ താൽക്കാലികമായി ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തുകയാണെന്നാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. എന്നാൽ അധിക ബാധ്യത ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്താൽ തങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത ഓർഡറുകളുടെ പോലും വില കുറയ്ക്കാൻ US ഇടപാടുകാർ നിർബന്ധിക്കുന്നുവെന്ന് കയറ്റുമതിക്കാർ വ്യക്തമാക്കി. നിലവിൽ സാധനങ്ങൾ കൊണ്ടുപോയാൽ തീരുവ ബാധ്യത ഉപഭോക്താക്കളുടെ തലയിലാണ് വരിക. 30 മുതൽ 35% വരെ വിലവർധനവാണ് തീരുവാഘാതത്തിൽ ഉൽപ്പന്നങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് കമ്പനികളുടെ ലാഭത്തിലും കാര്യമായ തിരിച്ചടിയുണ്ടാക്കും. അതിനാൽ ഇരട്ട നികുതി നിലവിൽ വരുന്ന 26 വരെ കാത്തിരിക്കാം. അതിനുമുമ്പ് ഇന്ത്യയും US-ഉം ചർച്ചകളിലൂടെ പരിഹാരം കാണുമെന്നും പ്രതീക്ഷിക്കാമെന്നും ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നുണ്ട്. US-ലേക്ക് പോകേണ്ട പല ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി ഇതോടെ പ്രതിസന്ധിയിലായതായി റിപ്പോർട്ടുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്താണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. വെൽസ്പൺ ലിവിംഗ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, ഇൻഡോകൗണ്ട്, ട്രെൻഡ് തുടങ്ങിയ പ്രമുഖ കയറ്റുമതിക്കാരുടെ വിൽപ്പനയുടെ 40 മുതൽ 70% വരെ നടത്തുന്നത് US-ലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് ആത്മനിർഭർ ഭാരത് സ്വപ്നം തകർക്കുമെന്ന് മൂഡീസ്. GDPയിൽ 0.3% ഇടിവുണ്ടാക്കുമെന്നും റിപ്പോർട്ട്.
ആഗോള ഇലക്ട്രോണിക്സ് ഹബ്ബായി ഇന്ത്യയെ മാറ്റുകയാണ് ആത്മനിർഭർ ഭാരതിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. എന്നാൽ ട്രംപിന്റെ താരിഫ് നടപടി മേഖലയിലെ രാജ്യത്തിന്റെ മത്സരശേഷി ദുർബലപ്പെടുത്തും. മറ്റ് ഏഷ്യ പസഫിക് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25% അധിക തീരുവ US വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തും. വിയറ്റ്നാം, മലേഷ്യ പോലുള്ളവ കയറ്റുമതിയിലെ എതിരാളികൾക്ക് കുറഞ്ഞ താരിഫുള്ളത് വെല്ലുവിളിയാണെന്നും മൂഡീസ് വ്യക്തമാക്കി. 2026 GDPയിൽ ഇതിന്റെ ആഘാതം കാണാനാവും. 2020 സ്വയം പര്യാപ്തത ഇന്ത്യക്കായി ആത്മനിർഭർ ഭാരതിന് കീഴിൽ PLI പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഫാർമ, ഇലക്ട്രോണിക്സ് മേഖലയിലെ കമ്പനികളുടെ നിക്ഷേപത്തിന് സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ പദ്ധതി നൽകിയിരുന്നു. വിദേശ നിക്ഷേപം ആകർഷിക്കുകയും ആഭ്യന്തര ഉൽപ്പാദനം ഉയർത്തുകയുമായിരുന്നു ലക്ഷ്യം. രാജ്യത്തെ ഇലക്ട്രോണിക്സ്, ഫാർമ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണിയാണ് US. അതുകൊണ്ടുതന്നെ PLI ഉൽപ്പന്നങ്ങൾക്കായിരിക്കും താരിഫിൽ വലിയ തിരിച്ചടി വരികയെന്നും മൂഡീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി പ്രതീക്ഷകൾ മറികടന്ന് SBIയുടെ പാദഫലം. അറ്റാദായം 12% വർദ്ധിച്ച് 19,160 കോടി രൂപയായി. വായ്പയിലെ വളർച്ച, കിട്ടാക്കടം കുറഞ്ഞത് എന്നിവ കരുത്തായി. 17,166 കോടി രൂപയായിരുന്നു അറ്റാദായമായി വിപണി വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നുള്ള കുത്തനെയുള്ള മുന്നേറ്റമാണ് പാദഫലത്തിൽ കണ്ടത്. ആസ്തി നിലവാരം ഗണ്യമായി മെച്ചപ്പെട്ടതും കിട്ടാക്കടത്തിലെ കുറവുകളുമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് ഡേറ്റകൾ വ്യക്തമാക്കുന്നു. ജൂൺ പാദത്തിൽ ബാങ്കിന്റെ മൊത്ത നിഷ്ക്രിയ ആസ്തി 1.83%, അറ്റ നിഷ്ക്രിയ ആസ്തി 0.4% കുറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെയും റീറ്റെയിൽ വിഭാഗങ്ങളുടെയും ശക്തമായ വളർച്ചയാണ് വായ്പാ വിഭാഗത്തിൽ കണ്ടത്. വായ്പകൾ 11.61% വർദ്ധിച്ച് 42.55 ലക്ഷം കോടി രൂപയായി. നിക്ഷേപങ്ങൾ 11.66% വർധന രേഖപ്പെടുത്തി. നിക്ഷേപം 54.73 ലക്ഷം കോടി രൂപയുമായി. ഒന്നാം പാദ ലാഭം ഉൾപ്പെടെ ബാങ്കിന്റെ മൂലധന പര്യാപ്തത അനുപാതം 15.16% ശക്തിപ്പെട്ടു. ഇത് SBIയുടെ ഉറച്ച സാമ്പത്തിക അടിത്തറയുടെ സൂചനയാണെന്നും വിപണി വിദഗ്ധർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ ആദായ നികുതി ബിൽ പിൻവലിച്ച് സർക്കാർ. തിങ്കളാഴ്ച ഭേദഗതി വരുത്തിയ ഏകീകൃത കരട് ബിൽ അവതരിപ്പിക്കും. പാർലമെന്ററി സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകളെ തുടർന്നാണ് പുതിയ ആദായ നികുതി ബിൽ സർക്കാർ പിൻവലിച്ചത്. ബില്ലിലെ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നീക്കുകയാണ് ലക്ഷ്യം. ഇതിനായി മാറ്റങ്ങളോടെ അടുത്തയാഴ്ച പുതിയ ബിൽ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിർവചനങ്ങൾ, ഡ്രാഫ്റ്റിംഗിന്റെ സ്വഭാവം, വാക്യങ്ങളുടെ വിന്യാസത്തിലും മാറ്റം അനിവാര്യമാണെന്നാണ് പിൻവലിക്കലിന് കാരണമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അവസാന തീയതിക്ക് ശേഷം നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് റീഫണ്ട് അനുവദിക്കുന്നത് അടക്കമുള്ള ഭേദഗതികളാണ് വരാൻ പോകുന്ന ബില്ലിൽ പ്രതീക്ഷിക്കുന്നത്. ഭാഷ ലളിതമാക്കൽ, തർക്കപരിഹാരം, കാലഹരണപ്പെട്ട വകുപ്പുകൾ നീക്കം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. ഇവ കൂടി പരിഗണിച്ചാണ് ബില്ലിൽ മാറ്റം വരുത്തുക. പുതിയ ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കണം. ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടെയാണ് പ്രാബല്യത്തിൽ വരിക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 560 രൂപയും ഗ്രാമിന് 70 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 75,760 രൂപയും ഗ്രാമിന് 9,470 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 7,775 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിലും വർധനയുണ്ട്. ഗ്രാമിന് 2 രൂപ കൂടി 125 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. കേരള വാർത്തകൾ നോക്കാം. ഭക്ഷ്യോൽപ്പന്ന വിപണിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് ഭൂമി നാച്ചുറൽസ്. കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭക്ഷ്യധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജോയിറ്റ എന്ന പേരിൽ പുറത്തിറക്കി. ആധുനിക ലോകത്തെ ജീവിത രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് ധാന്യങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. സൂപ്പർ ഗ്രെയിൻസ് എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളുടെ ദിവസേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഭൂമി നാച്ചുറൽസ് മാനേജിംഗ് ഡയറക്ടർ K. ജയചന്ദ്രൻ പറഞ്ഞു. ഡൊമസ്റ്റിക് മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഭൂമി ബ്രാൻഡ് എന്ന പേരിൽ കുറേ പ്രൊഡക്ട്സ്, സ്പൈസ് പ്രൊഡക്ട്സ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി. ഏകദേശം 36ഓളം വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ജയൻസ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ഒലിയോറസിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ ഒരുപാട് ജയൻസ് ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഭൂമിയുടേതായ രീതിയിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഹോൾമാർക്കിൽ ഞങ്ങൾക്ക് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിന് ആ ഒരു തനതായ ഒരു വാല്യൂ ആഡ്സ് കൊണ്ടുവന്നിട്ട് ഭൂമി ബ്രാൻഡ് ഞങ്ങൾക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾക്ക്
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. റെഡി ടു കുക്ക് രീതിയിൽ മില്ലറ്റ് ദോശ, ഉപ്പുമാവ്, പുട്ട് ഉൾപ്പെടെയുള്ളവയാണ് ജോയിറ്റ ആദ്യഘട്ടത്തിൽ ഇറക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ ജോയിറ്റയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ലഭ്യമാകുമെന്ന് ഭൂമി നാച്ചുറൽസ് ബിസിനസ് ഹെഡ് നിഷ അരുൺ പറഞ്ഞു. മില്ലറ്റ്സിനെ നമ്മൾ പല ഫോമിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്റ്റാർട്ടാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് എങ്ങനെ ഈ ഒരു ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന നമ്മൾ ഒരു അറൌണ്ട് 1 ഇയർ നമ്മളത് റിസർച്ച് ചെയ്തു. ബിക്കോസ് മില്ലറ്റ്സ് നമ്മൾ ഗോതമ്പും അരിയുടെ കൂട്ടുള്ള ടെക്സ്ചർ അല്ല, പക്ഷെ അത് ഈ ഒരു ഫോമിലോട്ട് ആക്കണം നമുക്ക് കുറച്ച് R&D ചെയ്യേണ്ടി വന്നു. അതിനെ സോഫ്റ്റ്നെസ് റീറ്റെയിൻ ചെയ്യുക, അത് നമുക്ക് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുക. അങ്ങനെ ഒരു R&D വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയത്. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടിയുമുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് മില്ലറ്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റഡീസും ആൻഡ് R&D നമ്മൾ വർക്ക് ചെയ്തു വരുന്നുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ വർധനവിനെതിരെ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തി ഒത്തുചേർന്ന് പ്രതിഷേധിക്കണമെന്ന് നിയമ വ്യവസായ മന്ത്രി പി രാജീവ്. തിരുവനന്തപുരത്ത് വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള കൈത്തറി ടെക്സ്റ്റൈൽസ് ഡയറക്ടറേറ്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1990കളിൽ ആഗോളവൽക്കരണത്തെയും സ്വതന്ത്ര വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിച്ച രാജ്യമാണ് അമേരിക്കയെന്നും എന്നാൽ ഇപ്പോൾ അതിനെതിരെ വലിയ തടസ്സങ്ങളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൈത്തറി അടക്കമുള്ള തൊഴിൽ മേഖലകളെ സംരക്ഷിക്കാനും തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനും തീരുവ വർധനയ്ക്കെതിരായി പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കൈത്തറി മേഖലയ്ക്ക് കുറെ കൂടി കാര്യക്ഷമമായി മുന്നോട്ടു പോകാനാകണമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി പുതിയ രീതികളും രൂപകൽപ്പനയും നടപ്പാക്കേണ്ടതുണ്ട്. മാറുന്ന അഭിരുചിക്കനുസരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനാകണം. മേഖലയെ ശക്തിപ്പെടുത്താൻ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാർ സ്കൂളുകളിൽ കൈത്തറി യൂണിഫോം നടപ്പിലാക്കിയത് പ്രതിസന്ധിയിലായിരുന്ന കൈത്തറി മേഖലയുടെ പുനരുജ്ജീവനത്തിന് നിർണായകമായി. തൊഴിലാളികളുടെ കൂലി ഓണത്തിന് മുമ്പ് നൽകും. ഹാൻഡെക്സിന് 15 കോടി നൽകാനുള്ള സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ചേന്ദമംഗലം കൈത്തറി ഗ്രാമത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഉദ്ഘാടനം ഈ വർഷമുണ്ടാകും. നാടുകാണിയിലെ ഡൈയിങ് യൂണിറ്റ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മൈഫിൻ TV തിരുവനന്തപുരം. നോർക്ക റൂട്ട്സ് അസിസ്റ്റന്റ് പ്രവാസി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ്വിദിന കോൺക്ലേവിന് എറണാകുളത്ത് സമാപനം. മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സംരംഭങ്ങളും ആരംഭിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു കോൺക്ലേവ്. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവിലും പരിശീലന പരിപാടിയിലും സംസ്ഥാനത്തെ 50 പ്രവാസി സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള 140 പ്രതിനിധികൾ പങ്കെടുത്തു. കേരള സഹകരണ നിയമം നിർബന്ധമായി സൂക്ഷിക്കേണ്ട രേഖകൾ, ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ്, നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് പദ്ധതി, NBFC മുഖേന നൽകി വരുന്ന സേവനങ്ങൾ, കേരളത്തിൽ വിജയകരമായി തുടങ്ങാവുന്ന സംരംഭം ആരംഭിക്കാൻ ആവശ്യമായ രജിസ്ട്രേഷനുകളും ലൈസൻസുകളും എന്നീ വിഷയങ്ങളിൽ പ്രമുഖരുടെ നേതൃത്വത്തിൽ സെക്ഷനുകളും നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള കാർട്ടൂൺ അക്കാദമി സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത കാർട്ടൂണിസ്റ്റുകൾക്കായി 3 ദിവസം നീണ്ടുനിൽക്കുന്ന നൈപുണ്യ വികസന ഓറിയന്റേഷൻ ക്യാമ്പ് ആരംഭിച്ചു. പരിപാടി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ദിവ്യ S. അയ്യർ ഉദ്ഘാടനം ചെയ്തു. കേരള കാർട്ടൂൺ അക്കാദമി ചെയർപേഴ്സൺ സുധീർ നാഥ് അധ്യക്ഷത വഹിച്ചു. AI ഡിജിറ്റൽ ഡ്രോയിങ് എന്നീ ആധുനിക സാങ്കേതിക വിദ്യകൾ കാർട്ടൂണിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂൺസ് ക്രാഫ്റ്റ് @കോവളം എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ 51 കാർട്ടൂണിസ്റ്റുകളുടെ ജീവിത കഥ പറയുന്ന കാർട്ടൂണിസ്റ്റ് എന്ന പുസ്തകം ദിവ്യ S. അയ്യർ പ്രകാശനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിമുട്ടി ഇന്ത്യ-US വ്യാപാര ചർച്ച. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താതെ ഇന്ത്യയുമായി ചർച്ചയില്ലെന്ന് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാര ഓർഡറുകൾ നിർത്തിവെച്ച് US റീറ്റെയിലർമാർ. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. ട്രംപിന്റെ താരിഫ് ആത്മനിർഭർ ഭാരത് സ്വപ്നം തകർക്കുമെന്ന് മൂഡീസ്. GDP-യിൽ 0.3% ഇടിവുണ്ടാകുമെന്നും റിപ്പോർട്ട്. വിപണി പ്രതീക്ഷകൾ മറികടന്ന് SBIയുടെ പാദഫലം. അറ്റാദായം 12% വർദ്ധിച്ച് 19,160 കോടി രൂപയായി.
പുതിയ ആദായ നികുതി ബിൽ പിൻവലിച്ച് സർക്കാർ. തിങ്കളാഴ്ച ഭേദഗതി വരുത്തിയ ഏകീകൃത കരട് ബിൽ അവതരിപ്പിക്കും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.